നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ ഈ തേങ്ങ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കാൻ ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. തെങ്ങിനെ നമ്മൾ സംരക്ഷിച്ചില്ല. തേങ്ങ എടുത്താൻ മാത്രം വേണ്ടി നമ്മൾ തെങ്ങിൻ്റെ മൂട്ടിൽ പോകും. കാലാകാലങ്ങളിൽ അതിനുള്ള വളങ്ങളോ അതിനുള്ള സംരക്ഷണവും കൊടുക്കാതെ വന്നപ്പോൾ ഈ ചെല്ലികളുടെ ആക്രമണം രൂക്ഷമായി. ചെല്ലിയുടെ ആക്രമണം ഓലയുടെ സോഫ്റ്റ് ഓലകൾ കാർന്ന് നിന്ന് തെങ്ങിൻ്റെ മണ്ട നശിക്കുവാനിടയായി. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നാടൻ തെങ്ങുകൾ പാകിയാണ് തെങ്ങിൻ തൈ കിളിപ്പിച്ച് അങ്ങനെ തെങ്ങുകൾ വളരുന്നത്. ഈ നാടൻ തെങ്ങുകൾ 7-8 വർഷം എടുക്കാൻ കായ്ക്കാൻ. അതിനുപരിയായി 3 വർഷത്തിന് മുമ്പ് കായ്ക്കുന്ന തെങ്ങുകൾ വിപണിയിലിറങ്ങി. അത് പെട്ടെന്ന് കായ്ക്കെന്നും പറഞ്ഞ് എല്ലാവരും അത് വെച്ച് തുടങ്ങി. അത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് കുറേ കാലം കുലച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ചെല്ലിയുടെ ആക്രമണ രൂക്ഷത്തിലായി പെട്ടെന്ന് നശിക്കാനിടയായി. വർഷം കായ്ക്കുന്ന പെട്ടെന്ന് തെങ്ങുകൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരികയാണ്. അങ്ങനെയാണ് ഈ തെങ്ങുകൾ പെട്ടെന്ന് നമ്മുടെ നശിക്കുന്നത്. നാടൻ തെങ്ങുകളെ സംരക്ഷിക്കുന്ന പോലെ ഈ 3 വർഷം കായ്ക്കുന്ന തെങ്ങുകളെ സംരക്ഷിച്ചാൽ നേരെ വിപരീതമായിരിക്കും അതിൻ്റെ ഫലം. റബ്ബർ വെട്ടി ഷീറ്റടിച്ച് കൊടുത്താൽ നല്ല വരുമാനം കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും ഇപ്പോൾ അന്നേരം തെങ്ങിൻ്റെ ഇടയൊക്കെ റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം തെങ്ങിന് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വളരുവാനോ അതിന് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാനോ സാധിക്കാതെ അങ്ങനെ ഉൽപ്പാദനം കുറഞ്ഞു തെങ്ങിൽ നിന്ന്. എന്തായാലും ഇപ്പോൾ 1 കിലോ തേങ്ങ നാടൻ മേടിക്കണമെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ കിലോയുടെ പുറത്ത് 100 രൂപയാണ്. ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് ദോശ വാങ്ങിക്കുമ്പോൾ ചമ്മന്തി ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ദോശ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറി ചമ്മന്തി വാങ്ങിക്കണമെങ്കിൽ അതിനും പൈസയൊക്കെ ഈടാക്കി വരികയാണ് ഹോട്ടലുകാർ. സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഇതിലും മോശമാണ്. ഇവിടെ നാടൻ തേങ്ങ കിട്ടണമെങ്കിൽ അവിടെയും കിലോയ്ക്ക് 110 രൂപയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന അവനെ വിളിച്ചപ്പോഴാണ് നാടൻ തേങ്ങയ്ക്ക് കിലോ 110 രൂപ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ ഷോപ്പിൽ നേരത്തെ കിട്ടുന്നതിൻ്റെ പകുതി പോലും ഇപ്പോൾ അവിടെയും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. പരിഹാരം നമുക്ക് നാടൻ തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ച് അതിനെ വ്യക്തമായി സംരക്ഷിക്കുകയും കാലാകാലങ്ങളിൽ അതിനെ വളം കൊടുക്കുകയും പുളിപ്പിരസങ്ങൾ മാറ്റി കൊടുക്കുന്നതിനായി കുമ്മായം മറ്റും ചേറിയിട്ട് കൊടുക്കുകയും എല്ലാം കൊടുക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. കണ്ടതിൽ വളരെയധികം നന്ദി.